രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം ശ്വാസം മുട്ടിക്കുന്ന നിലയിലെത്തിയ സാഹചര്യത്തിൽ സർക്കാർ ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാഹനങ്ങൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധുവായ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇന്ധനം നൽകില്ല എന്ന സർക്കാർ ഉത്തരവ് നടപ്പിലാക്കിയതോടെ വാഹന പരിശോധന ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. നോ PUC ന്യൂ ഫ്യൂവൽ ക്യാമ്പയിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഒറ്റ ദിവസം കൊണ്ട് 3700 വാഹനങ്ങൾക്കാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രവേശിക്കാനെത്തിയ 570 വാഹനങ്ങളെ തിരിച്ചയച്ചതായി പരിസ്ഥിതി മന്ത്രി മർജീന്ദർ സിംഗ് സിർസ അറിയിക്കുകയും ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BS6 എഞ്ചിൻ വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ 5000-ൽ അധികം വാഹനങ്ങൾ പരിശോധിച്ചതായി ട്രാഫിക് പോലീസ്, ഗതാഗത വകുപ്പ് എന്നിവർ അറിയിച്ചിട്ടുണ്ട്. ഇന്ധനം ലഭിക്കില്ലെന്ന നിർദ്ദേശം നടപ്പിലാക്കിയതോടെ ഒറ്റ ദിവസം കൊണ്ട് 61,000-ൽ അധികം വാഹനങ്ങൾ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നേടിയതായി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വാഹനങ്ങളെ അതിർത്തിയിൽ തിരിച്ചയച്ച നടപടിയിലൂടെ പുറത്തുനിന്നുള്ള വാഹനങ്ങളുടെ വരവ് ഗണ്യമായി കുറഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. പ്രദേശവാസികളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും സർക്കാരിന്റെ ഉദ്യമത്തോട് സഹകരിക്കുന്നു എന്നത് മലിനീകരണ നിയന്ത്രണത്തിന് വലിയ പിന്തുണയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഡൽഹി സർക്കാരിന്റെ ഈ കടുത്ത നടപടി മലിനീകരണത്തിനെതിരെ ജനസഹകരണത്തോടെ മുന്നേറുകയാണ്.